മക്കളെ ഒപ്റ്റിക്സിൽ ലെൻസിന്റെ കോമ്പിനേഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്ക്, രണ്ട് തിൻ ലെൻസ് ഉണ്ട്. 2 തിൻ ലെൻസസ് ആർ ഓഫ് സെയിം ഫോക്കൽ ലെങ്ത് എഫ്. രണ്ട് ലെൻസിനും ഒരേ ഫോക്കൽ ലെങ്ത് ആണ്. ബട്ട് വൺ ഈസ് കോൺവെക്സ് ആൻഡ് അതർ ഈസ് കോൺകേവ്. ഒരു ലെൻസ് കോൺവെക്സ് ലെൻസ് ആണ്, മറ്റേത് കോൺകേവ് ലെൻസ് ആണ്. എന്നിട്ട് ചോദിച്ചു ദേ ആർ പ്ലേസ്ഡ് ഇൻ കോണ്ടാക്ട് വിത്ത് ഈച്ച് അതർ. അങ്ങനെയാണെങ്കിൽ ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് ഓഫ് കോമ്പിനേഷൻ എത്രയെന്നാണ്. അപ്പൊ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്, എടാ കോൺവെക്സ് ലെൻസും കോൺകേവ് ലെൻസും ഒക്കെയാണ്. നമുക്ക് രണ്ട് ലെൻസുകൾ കോമ്പിനേഷനിൽ ടച്ച് ചെയ്ത് കോണ്ടാക്റ്റിൽ വെച്ച് കഴിഞ്ഞാൽ ഇക്വലന്റ് ഫോക്കൽ ലെങ്ത് എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുക? 1/f ഇക്വലന്റ് is equal to 1/f1 plus 1/f2. ഇത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈക്വലന്റ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കാറുള്ളത്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ രണ്ട് പേരുടെയും ഫോക്കൽ ലെങ്ത് എഫ് ആണെന്നാ പറഞ്ഞത്. പക്ഷെ പ്രശ്നം എന്താണെന്നറിയോ? ഒന്ന് കോൺവെക്സ് ആണ്, ഒന്ന് കോൺകേവ് ആണ്. നിങ്ങൾക്കറിയാലോ, സൈൻ കൺവെൻഷൻ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പം കോൺവെക്സ് ലെൻസിൻ്റെത് പ്ലസും കോൺകേവിൻ്റെത് മൈനസും ആണ് ഉണ്ടാവാറുള്ളത്. അതുകൊണ്ട് ഇവിടെ 1/f ഇക്വലന്റ് is equal to 1/f മൈനസ് 1/f എന്ന് വരും. എന്ന് വെച്ചാൽ 1/f ഇക്വലന്റ് എത്ര വരും? 0 വരും. അപ്പൊ എഫ് ഇക്വലന്റ് എത്രയാ വരിക? എഫ് ഇക്വലന്റ് നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും, 1/0 ആയിരിക്കും. അപ്പൊ നമുക്ക് വലിയൊരു വാല്യൂ, ഇൻഫിനിറ്റ് വാല്യൂ ആയിട്ട് അസ്യൂം ചെയ്യാം. ഇവിടെ പറഞ്ഞ ഓപ്ഷൻസിൽ ആൻസർ എന്താ വരിക? ഇൻഫൈനൈറ്റ് ആയിരിക്കും ആൻസർ വരിക. റെഡി അല്ലേ?